ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MA 204 എന്ന് പറയുന്ന പേപ്പറിലെ S4 ECE സ്റ്റുഡൻസ് പഠിക്കുന്ന MA 204 എന്ന് പറയുന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതിനകത്ത് വരുന്ന രണ്ടാമത്തെ കേസ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ, അതിന്റെ ജോയിന്റ് PDF, മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ആ കാര്യങ്ങളും ഇൻഡിപെൻഡൻസും അതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ BTech Mathematics എന്ന് പറയുന്ന ചാനലിന്റെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം ചാനൽ, അതുപോലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ചാനൽ, ഇതൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്ക്രീറ്റ് ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ ആണ്. അതിന്റെ ജോയിന്റ് PMF ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ തന്നെ കണ്ടിന്യൂസ് കേസും അതിന്റെ ജോയിന്റ് PDF ആണ്. ഇതുപോലെ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷനും കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ നോർമലി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ X എന്ന് പറഞ്ഞാൽ ടേക്സ് വാല്യൂസ് ഇൻ ആൻ ഇന്റർവെൽ അല്ലെ. AB എന്ന് പറഞ്ഞ ഇന്റർവെലിന്റെ അകത്ത്, ക്ലോസ്ഡ് ഓർ ഓപ്പൺ ആയിട്ടുള്ള AB എന്ന് പറയുന്ന ഇന്റർവെലിനകത്ത് വാല്യൂസ് ചൂസ് ചെയ്യുന്ന വാരിയബിൾസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വാരിയബിൾസ് എന്ന് പറയുക. അത് തന്നെ രണ്ട് വാരിയബിൾസ്, ഇപ്പൊ Xഉം Yയും ഒന്നിച്ച് ഇതുപോലെ ഒരു ഇന്റർവെലിനകത്ത് വാല്യൂ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ Xനെയും Yനെയും നമ്മൾ ഒന്നിച്ച് ഒരു പെയർ ആയിട്ട് എഴുതുക. അതായത് ഒരു സാമ്പിൾ സ്പേസിലെ ഒരു എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് ടു വാല്യൂസ്. അത് നമ്മൾ ബൈവേരിയറ്റ് റാൻഡം വേരിയബിളിന്റെ കേസ് പറഞ്ഞു. അതിൽ തന്നെ രണ്ട് Xഉം Yയും കണ്ടിന്യൂസ് ആണെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ X ഡിസ്ക്രീറ്റ് ആണെങ്കിൽ, X കണ്ടിന്യൂസ് ആണെങ്കിൽ അതൊരു റിയൽ ആക്സസിലാണ് നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത് സാധാരണ അല്ലെ. ഇപ്പോ A to B എന്ന് പറയുമ്പോൾ A മുതൽ B വരെ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡബിൾ വാരിയബിൾ ആയതുകൊണ്ട്, ഡിസ്ക്രീറ്റ് അല്ല, സിംഗിൾ റാൻഡം വാരിയബിൾ അല്ല, ബൈവേരിയറ്റ് റാൻഡം വാരിയബിൾ ആയതുകൊണ്ട് ഇതിന് കൂടെ Y എന്ന് പറഞ്ഞ റാൻഡം വാരിയബിളും കൂടെ ഉണ്ടാവും. അതിന് നമുക്ക് Y ആക്സിസ് മാർക്ക് ചെയ്യാം. ഇവിടെ Xഉം Y ആക്സിസ് മാർക്ക് ചെയ്യാം നമുക്ക്. ആൻഡ് Y വാരീസ് ഫ്രം C to D. C മുതൽ D വരെയാണ് Yയുടെ വാല്യൂ വാരി ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്കിതൊന്ന് വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ വി ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ഈ കാണുന്ന ഒരു റെക്ടാംഗുലർ റീജിയനിലായിരിക്കും ഈ XY എന്ന് പറയുന്ന ബൈവേരിയറ്റ് റാൻഡം വാരിയബിളിന്റെ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുക. ഈ കാണുന്ന ഒരു റീജിയനിൽ, R എന്ന് പറയുന്ന ഈ റീജിയനിൽ അല്ലെങ്കിൽ A എന്ന് പറയുന്ന റീജിയനിൽ, ഈ ഒരു റീജിയനിലായിരിക്കും ഈ XYയുടെ വാല്യൂസ് ഉണ്ടാവും. അപ്പൊ എവിടെ നിങ്ങൾ പോയിന്റ് എടുത്താലും ആ പോയിന്റിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റാൻഡം വാരിയബിൾസ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക Xന്റെയും Yന്റെയും വാല്യൂല്. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു റെക്ടാംഗുലർ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു റീജിയൻ, ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് R². R² സബ്സെറ്റ്, അതായത് 2 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ടുള്ള R² സബ്സെറ്റ് ആയിരിക്കും ഈ ഒരു XY എന്ന് പറയുന്ന ഈ ഒരു റാൻഡം വാരിയബിളിന്റെ, കണ്ടിന്യൂസ് ബൈവേരിയറ്റ് റാൻഡം വാരിയബിളിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതിനകത്തായിരിക്കും ഇതിന്റെ വാല്യൂസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇതിന്റെ ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. ഇപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കി നോക്കാം. ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ജോയിന്റ് PDF എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. രണ്ട് കണ്ടിന്യൂസ് റാൻഡം വാരിയബിൾസ് X ആൻഡ് Y. അതിനെ ഇവിടെ ഒരു സ്പെഷ്യൽ ഡെഫിനിഷൻ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ്സ് സെഡ് ടു ബി ജോയിന്റ്ലി കണ്ടിന്യൂസ്. ഇത് രണ്ടും ജോയിന്റ്ലി കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ഈ ഫോർ എനി സബ്സെറ്റ് A ഓഫ് ദ പ്ലെയിൻ, അതായത് നമ്മൾ പറഞ്ഞ R² ഒരു സബ്സെറ്റ് A എന്ന് പറയുന്നത് which corresponds to some events, P of XY belongs to A is equal to double integral over A f of XY dx dy ആയിരിക്കണം. Where f of XY is a real valued non-negative integrable function in the entire plane. അങ്ങനെയുള്ള ഒരു f of XY ഇവിടെ എക്സിസ്റ്റ് ചെയ്യും വേണം. ഈ പ്രോബബിലിറ്റി ഓഫ് XY ബിലോങ്സ് ടു A എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? Xഉം Yയും ജോയിന്റ്ലി കണ്ടിന്യൂസ് റാൻഡം വാരിയബിൾസ് ആണ്, ബൈവേരിയറ്റ് റാൻഡം വാരിയബിൾസ് ആണെന്ന് പറയാം.
ആൻഡ് അത് മാത്രമല്ല ഇതിലെ എഫിനെ നമ്മൾ പറയുന്നത് ജോയിന്റ് PDF ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. ഈ XY വരുന്ന ഡിസ്ട്രിബ്യൂഷന്റെ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ് നമ്മളെ എഫിനെ പറയുന്നത്. അങ്ങനെ പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ടു കണ്ടീഷൻസ് പ്രൊവൈഡഡ്. ഏതൊക്കെ കണ്ടീഷൻസ് ആണ്? എഫ് ഓഫ് XY ആസ് യൂഷ്വൽ നമുക്കറിയാവുന്ന കണ്ടീഷൻസ് ആണ്. f of xy greater than or equal to 0 for all xy belongs to A, and minus infinity to infinity integral minus infinity to infinity minus infinity to infinity f of xy dx dy equal to 1 ആയിരിക്കണം. ഇവിടുത്തെ പ്രോബബിലിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് f എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിലെ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രണ്ട് കണ്ടീഷൻസും ജോയിന്റ് PDF സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. f of xy എല്ലാ കേസിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അത് മാത്രമല്ല അതിന്റെ ടോട്ടൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ the region f of xy dx dy is equal to 1 ആയിരിക്കണം. ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നും, അതുപോലെ തന്നെ xy എന്ന് പറയുന്ന റാൻഡം വേരിയബിൾസിനെ നമ്മൾ ജോയിന്റ്ലി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്നും പറയും. ഈ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇതിൽ എങ്ങനെയാണ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കൂടെ പറയാം. ഇപ്പൊ p of a less than x less than b and c less than y less than d, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എക്സിന്റെ വാല്യൂ വാരീസ് ഇൻ a to b and വൈയുടെ വാല്യൂ വാരീസ് ബിറ്റ്വീൻ c and d. അങ്ങനെയാണെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇന്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത് അല്ലെ. ഇന്റഗ്രൽ x ഫ്രം a to b ആൻഡ് ഇന്റഗ്രൽ y ഫ്രം c to d f of xy നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ ഡബിൾ ഇന്റഗ്രൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഡബിൾ ഇന്റഗ്രൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഡബിൾ ഇന്റഗ്രേഷൻ അപ്പോൾ ഓർഡറിലൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ y ആണ് വരുന്നെങ്കിൽ ആദ്യം y ആയിരിക്കണം, ഇവിടെ x ആണെങ്കിൽ ഏറ്റവും അവസാനം dx ആയിരിക്കണം. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഇത്. അതിന്റെ PDF പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓൾറെഡി നമ്മൾ ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൽ മൊഡ്യൂൾ 1ലും 2ലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മളുടെ കണ്ടിന്യൂസിലാണ് പറയുന്നത് മാത്രം. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. CDF എന്ന് പറയും. CDF നമ്മൾ PDF പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ പറയും. ഇത് ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ F ഓഫ് XY വെച്ചിട്ടാണ്. ക്യാപിറ്റൽ F ഓഫ് XY എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. P ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ആൻഡ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. എക്സിന്റെ പ്രോബബിലിറ്റി, എക്സിന്റെ വാല്യൂ x വരേക്കും, വൈയുടെ വാല്യൂ സ്മോൾ y വരേക്കുള്ള പ്രോബബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്തത് സ്റ്റാർട്ടിംഗ് മുതൽ എന്ന് പറയുമ്പോൾ എവിടെയാണോ എക്സിന്റെ വൈയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽ. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ ഇതാണ്. മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു y f ഓഫ് xy dy dx. ഇതിനെയാണ് നമ്മൾ CDF എന്ന് പറയുന്നത്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയും. എക്സ് വരേക്കും മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, അതുവരെ y വരേക്കും മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇന്റഗ്രേറ്റ് ചെയ്യുക ഫംഗ്ഷനെ. ഓക്കെ, അപ്പൊ ഇതാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഇപ്പോ ക്യാപിറ്റൽ F CDFഉം സ്മോൾ f PDF ആണെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ നേരെ തിരിച്ചും നമുക്ക് പറയാം. എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോ സ്മോൾ f ഓഫ് xy എന്ന് പറയുമ്പോൾ PDF എന്ന് പറയുന്നത് എന്തായിരിക്കും? PDF ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ F അല്ലെ. ഇവിടെ ക്യാപിറ്റൽ F ഇസ് ഇന്റഗ്രൽ ഓഫ് സ്മോൾ f എന്നാണല്ലോ നമ്മൾ എഴുതിയേക്കണം. അപ്പൊ ഇതിന്റെ നേരെ റിവേഴ്സ് നമുക്ക് പറയാം. അപ്പോ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡബിൾ ഡെറിവേറ്റീവ്സ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് ഡോ വൈ f ഓഫ് xy ആയിരിക്കും f ഓഫ് ക്യാപിറ്റൽ സ്മോൾ f ഓഫ് xy എന്ന് പറയുന്നത്. അപ്പൊ f എന്ന് പറയുന്ന CDFഉം സ്മോൾ f എന്ന് പറയുന്ന PDFഉം ആണെങ്കിൽ there is a relation small f of xy is equal to dou square by dou x dou y f of xy for all xy belongs to a. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി എപ്പോഴെങ്കിലും ക്യുമുലേറ്റീവ് ഫംഗ്ഷൻ തന്നിട്ട് നിങ്ങളോട് CDF തന്നിട്ട് PDF കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ് ഡിഫറൻസിയേഷൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്ക്രീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ fx ഓഫ് എക്സ് അല്ലെങ്കിൽ fy ഓഫ് y. ഇവിടെ fx ഓഫ് എക്സ് എന്ന് പറയുന്നത് മാർജിനൽ PDF ഓഫ് എക്സ് ആൻഡ് fy ഓഫ് y എന്ന് പറയുന്നത് മാർജിനൽ PDF ഓഫ് y. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ക്രീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ
മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ വൈയില് ആഡ് ചെയ്യുക, മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ കണ്ടുപിടിക്കുമ്പോൾ എക്സിൽ ആഡ് ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ എഫ് ഓഫ് എക്സ് വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിൽ കൺസിഡർ എക്സ് ആസ് എ കോൺസ്റ്റന്റ്, അത് ശ്രദ്ധിക്കണം. ഇവിടെയും മാർജിനൽ പി ഡി എഫ് ഓഫ് വൈ കണ്ടുപിടിക്കാനായിട്ട് എഫ് ഓഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഇത് നമുക്ക് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടുക, ഇതിനെ നമുക്ക് വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതാണ് മാർജിനൽ പി ഡി എഫ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കണം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മാർജിനൽ പി ഡി എഫ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്, അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈയും ഇതിന്റെ കൂടെ ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാല് സി ഡി എഫ് ഓഫ് എക്സ്, എക്സിന്റെ സി ഡി എഫ് ചോദിക്കാറുണ്ട്. എക്സിന്റെ സി ഡി എഫ് ചോദിക്കാന്ന് വെച്ചാല് നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഈ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് എക്സ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഈ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സിനെ മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഇന്റഗ്രൽ, ഈ വാല്യൂവിനാണ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഓഫ് എക്സ് ഡി എക്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. നമ്മൾ നേരത്തെ പഠിച്ച ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്, ഇത് ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രം. അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഓർ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ എന്തായിരിക്കും? അപ്പോ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് വൈ ഓഫ് വൈ ഡി വൈ. അതായത് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈനെ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു വാല്യൂവിനെയാണ് അല്ലെങ്കിൽ ആ എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ഓർത്തു വയ്ക്കുക. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സും മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈയിൽ നിന്ന് ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈയും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ കഴിഞ്ഞ ഡിസ്ക്രീറ്റ് പറഞ്ഞ സമയത്ത് ഇൻഡിപെൻഡൻസ് പറഞ്ഞിരുന്നു അല്ലെ, രണ്ട് റാൻഡം വേരിയബിളിന്റെ ഇൻഡിപെൻഡൻസ് പറഞ്ഞിരുന്നു. ആ ഇൻഡിപെൻഡൻസും നമുക്ക് ഈ ഒരു മാർജിനൽ ഡെൻസിറ്റി വെച്ച് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, എക്സും വൈയും ഇൻഡിപെൻഡന്റ് ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾസ് ആണ് എന്ന് പറയും. ഇത് നമ്മൾ ഇൻഡിപെൻഡൻസിന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് നമ്മൾ പി ഓഫ് എക്സ് വൈ ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി എക്സ് ഓഫ് എക്സ് ഇൻറ്റു പി വൈ ഓഫ് വൈ ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇവിടെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആ വാരിയബിൾസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് എഫ് ഓഫ് എക്സ് വൈയും എഫ് എക്സും എഫ് ഐയും യൂസ് ചെയ്യാന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വയ്ക്കുക. ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ രണ്ട് വാരിയബിൾസ്, റാൻഡം വാരിയബിൾസ് എക്സും വൈയും, ഒരു റാൻഡം വേരിയബിൾ എക്സും വൈ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണോ നോക്കാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. അതിലും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The joint PDF of two continuous random variables x and y is given by f of xy equal to kxy 0 less than x less than 4 and 1 less than y less than 5 and 0 otherwise. കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫൈൻഡ് k കോൺസ്റ്റന്റ് k കണ്ടുപിടിക്കണം, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x and y കണ്ടുപിടിക്കണം, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 and y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അത് കണ്ടുപിടിക്കണം. ആൻഡ് p ഓഫ് x പ്ലസ് y ലെസ് ദാൻ 3 കണ്ടുപിടിക്കണം. പിന്നെ ലാസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യം നമുക്ക് k കണ്ടുപിടിക്കാം. k കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഡബിൾ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഇതെന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് 0 to 4 ആണ് എക്സ്, 1 to 5 ആണ് വൈ. ബാക്കി എല്ലാ കേസിലും ഇതെന്താണ്? 0 ആണ് ഫംഗ്ഷൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ഇന്റഗ്രൽ എക്സ് ഫ്രം 0 to 4, ഇന്റഗ്രൽ വൈ ഫ്രം 1 to 5, എഫ് ഓഫ് എക്സ് വൈ എന്താണ്? കെ എക്സ് വൈ ഡി വൈ ഡി എക്സ് ഈക്വൽ ടു 1. ഇവിടെ ഡി വൈ ഡി എക്സ് എഴുതാൻ കാരണം y ആണ് ഇവിടെ, അതുകൊണ്ട് ഇവിടെ y എഴുതിയെന്ന് മാത്രം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റ് ഫംഗ്ഷൻ ആണ്. എക്സ് വൈ
എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഫംഗ്ഷൻ ആണ്. കോൺസ്റ്റന്റ് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. കോൺസ്റ്റന്റ് k ഇൻറ്റു പ്രൊഡക്റ്റ് ഫംഗ്ഷൻ ആകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ഒക്കെയാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് ഇന്റഗ്രൽ x ഫ്രം 0 to 4 x dx into integral y from 1 to 5 y dy. ഓക്കെ, ഇതെപ്പോഴും ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കോൺസ്റ്റന്റ് ലിമിറ്റുകൾ ആണെങ്കിലും ഈ ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആണെങ്കിലും മാത്രമേ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ മെത്തേഡിലൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനിയും കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലാറ്ററൽ എൻട്രിയിലൊക്കെ വന്നുള്ള കുട്ടികൾ ഡബിൾ ഇന്റഗ്രൽ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവര് ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതൊന്ന് നോക്കുക. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാം. ഇനി ഇവിടെ k ഇൻറ്റു നൗ ദിസ് ഇസ് ഈക്വൽ ടു 1 അല്ലെ, ഈ വാല്യൂ ഈക്വൽ ടു 1 ആണ്. അപ്പൊ k ഇൻറ്റു x ഇന്റഗ്രേറ്റ് ചെയ്താൽ x സ്ക്വയർ ബൈ 2 കിട്ടും ഫ്രം 0 to 4. y ഇന്റഗ്രേറ്റ് ചെയ്താൽ y സ്ക്വയർ ബൈ 2 കിട്ടും ഫ്രം 1 to 5 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് k ഇൻറ്റു ഇവിടെ x സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ, 4 സ്ക്വയർ ഇസ് 16, 16 by 2 8 മൈനസ് 0 അല്ലെ, 0 ഇൻറ്റു ഇവിടെ y സ്ക്വയർ 25 by 2 മൈനസ് 1 ആണ് കൊടുക്കണം, 1 by 2. അപ്പോൾ 25 minus 1 by 2. This is equal to 1 എന്ന് കിട്ടും. Now we will simplify this into k into 8 into 24 by 2. 24 by 2 equal to 1. We will cancel with this 2, 4. 24 into 4 96 അല്ലെ. അപ്പോൾ നമുക്ക് കിട്ടുക 96 k equal to 1 എന്നാണ്. ദാറ്റ് ഈസ് k equal to 1 by 96 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഫംഗ്ഷൻ. അപ്പൊ ഇനി നമുക്ക് ആ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഒന്ന് ഇങ്ങനെ എഴുതി വെക്കാം. f of xy equal to ഡെൻസിറ്റി ഫംഗ്ഷൻ xy by 96. k into xy ആയിരുന്നു അല്ലെ. k എന്ന് പറഞ്ഞാൽ 1 by 96. 0 less than x less than 4 and 1 less than y less than 5 and 0 otherwise. ഇതാണ് നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇനി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും വൈയും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അത് ആദ്യം ചെയ്യാം. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എഫ് എക്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് എക്സ് വൈ ഡി വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ വൈ എവിടെ മുതൽ എവിടെ വരെയാണ് വാരി ചെയ്യുന്നത് നോക്കുക നിങ്ങൾ. ഏത് മുതലാണ്? 1 to 5 ആണ് y വാരി ചെയ്യുന്നത്. f of xy എന്ന് പറയുമ്പോൾ xy by 96 dy. ഓക്കെ, ഇതിനകത്ത് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് x ഉം 96 ഉം. അതിനെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ദിസ് ഇസ് x by 96 into y യുടെ ഇന്റഗ്രൽ y സ്ക്വയർ by 2 ഫ്രം 1 to 5. This is x by 96 into 25 അല്ലെ, 25 minus 1 by 2, 24 by 2, 12 എന്ന് വരും. That is, ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ f x of x is equal to x by 96 into 24 by 2. Okay, simplify ചെയ്യുമ്പോൾ you'll get it as 4 x by 8 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ f x of x is x by 8, 0 less than x less than 4 and 0 otherwise. ഇങ്ങനെയാണ് നമ്മൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എഴുതുന്നത്. അതുപോലെ തന്നെ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സ് വാരി ചെയ്യുന്ന 0 മുതൽ 4 വരെയാണ്. 0 to 4 എക്സ് വൈ ബൈ 96 ഡി എക്സ്. ഇതിനകത്ത് y ബൈ 96 കോൺസ്റ്റന്റ് ആണ്. ബാലൻസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x സ്ക്വയർ ബൈ 2 കിട്ടും. ഫ്രം 0 to 4 ഇറ്റ് ഈസ് y ബൈ 96 into 16 8 അല്ലെ into 8 എന്ന് കിട്ടും. Now it is equal to y by 12. Therefore fy of y എന്ന് പറയുന്നത് എന്താണ്? y by 12, 1 less than y less than 5 and 0 otherwise. Okay, ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? മാർജിനൽ ഡെൻസിറ്റി ഓഫ് അല്ലെങ്കിൽ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ്
എക്സ് വൈ നമുക്ക് സോറി വൈ നമുക്ക് കിട്ടാം. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ നമുക്ക് കിട്ടാം. ഇനി ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആർ ദേ ഇൻഡിപെൻഡന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് എന്താണ് എഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ബൈ 8 ഇൻറ്റു എഫ് വൈ എന്ന് പറയുന്നത് വൈ ബൈ 12. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ബൈ 96. ഇതെന്താണ് എഫ് എക്സ് വൈ ആണ് അല്ലെ. അപ്പോ എഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് വൈ ആർ ഇൻഡിപെൻഡന്റ് എന്ന് പറയാം അല്ലെ. അപ്പൊ ആ ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട കുറച്ച് പ്രോബബിലിറ്റീസ് ആയിരുന്നു. എന്തൊക്കെ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കേണ്ടത്, അതിനകത്ത് തേർഡ് ക്വസ്റ്റൻ ആയിട്ട് എങ്ങനെ പറയുന്നത് അല്ലെ. തേർഡ് ക്വസ്റ്റൻ ആയിട്ട് പറയുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് വൈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ ആഡ് ചെയ്യുന്നത് 0 to 4 ആണ്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഫ്രം 3 to 4 അല്ലെ. അതേപോലെ y ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ വാരി ചെയ്യുന്നത് 1 to 5 ആണ്. y ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ y വാരീസ് ഫ്രം 1 to 4 അല്ലെ. എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് ക്ലിയർ. ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഫ്രം 3 to 4 integral y from 1 to 4 xy by 96 dy dx. ഇതും പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. 96നെ വെളിയിലെടുക്കാം. 96 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഫ്രം 3 to 4 x dx ഇൻറ്റു ഇന്റഗ്രൽ y from 1 to 4 y dy. This is equal to 1 by 96 into x square by 2 from 3 to 4 and y square by 2 from 1 to 4. Okay, ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 1 by 96 into 4 square minus 3 square by 2 എന്ന് കിട്ടും. അതായത് 16 minus 9 by 2 എന്ന് വരും അല്ലെ. എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ 4 square by 2 മൈനസ് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 square by 2. 4 square 16 ഉം 3 square 9 ആണ് അല്ലെ. 16 minus 9 by 2 into ഇവിടെ എന്താ പറയാ 16 minus 1 by 2 എന്ന് വരും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1 by 96 into this will be 7 by 2 into 15 by 2. ക്ലിയർ. അപ്പോ ഇതിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 35 by 128 ആണ് ഇതിന്റെ വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോ ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇനി അതിനകത്ത് ഒരു ക്വസ്റ്റനും കൂടി ഉണ്ട്. ഇതിൽ നാലാമത്തെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 എന്നുള്ളത് എങ്ങനെ, പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു റീജിയൻ ഓഫ് ഡെഫിനിഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് നല്ലതാണ്. നമുക്കറിയാം പോയിന്റുകൾ ഏതൊക്കെയാ. എക്സിന്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0 മുതൽ 4 വരെ, വൈയുടെ വാല്യൂ വാരി ചെയ്യുന്ന 1 മുതൽ 5 വരെ അല്ലെ. അപ്പോ ഈ ഒരു വാല്യൂസ് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. എങ്ങനെയാണ് ആ റീജിയൻ വരയ്ക്കുക. ഇങ്ങനെയാണ് ആ റീജിയൻ വരയ്ക്കുക അല്ലെ. ഇതാണ് ആ റീജിയൻ, ശരിയല്ലേ. ഈ ഒരു റെക്ടാംഗിളിനകത്താണ് നമ്മുടെ എക്സ് വൈ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ. അപ്പോ എക്സ് ആക്സിസ് ആണ്, ദിസ് വൺ ഇസ് വൈ ആക്സിസ്. ക്ലിയർ. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണ്, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3യുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 എന്ന് പറയുന്ന ആ ഒരു റീജിയൻ ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഫോർ ദാറ്റ് നമ്മൾ സാധാരണ ഇൻഇക്വാലിറ്റീസ് ഒക്കെ ലൈൻസ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഈക്വൽ സിമ്പൽ യൂസ് ചെയ്യും അല്ലെ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ലൈൻ നമ്മൾ വരയ്ക്കും. എങ്ങനെയാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 വരയ്ക്കുക. ഇതിനകത്ത് പോയിന്റ് ഇത് എളുപ്പത്തിൽ വരയ്ക്കാം നമുക്ക് അല്ലെ. ഇതിന്റെ ഇന്റർസെപ്റ്റ് ഫോം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് ബൈ 3 പ്ലസ് വൈ ബൈ 3 ഈക്വൽ ടു 1 ആണ്. എക്സ് ആക്സിനെയും 3യിൽ കട്ട് ചെയ്യും, വൈ ആക്സിനെയും 3യിൽ കട്ട് ചെയ്യും. അപ്പോ 3 എന്ന് പറഞ്ഞ പോയിന്റില് എക്സ് ആക്സിനെ കട്ട് ചെയ്യും, 3 എന്ന് പറഞ്ഞ പോയിന്റില് വൈ ആക്സിനെയും ഇത് കട്ട് ചെയ്യും. അപ്പോ ഈ ഒരു ലൈനാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത്. ഇതാണ് നമ്മുടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ലൈൻ.
ഇനി റീജിയൻ ഏതാ നോക്കണം. എക്സ് പ്ലസ് 3 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ലൈനാണ് നമ്മൾ വരച്ചത്. അതിന്റെ താഴെയാണോ മുകളിലാണോ റീജിയൻ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഇൻഇക്വാലിറ്റിയിലേക്ക് പോവാം. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 അല്ലെ. ഈ ലെസ് ദാൻ 3 വരുന്ന ഒരു പോയിന്റ്, ഈ റീജിയനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പൊ ഇവിടെ ഉള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള പോയിന്റോ, ഒബിയസ്ലി നമുക്ക് ഈ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എക്സിന് 0യും വൈക്ക് 1ഉം ഈ റീജിയനകത്തുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 വിച്ച് ഇസ് ലെസ് ദാൻ 3. ശരിയല്ലേ? ആണ്. അപ്പൊ ഈ ഒരു 0, 1 എന്ന് പറഞ്ഞ പോയിന്റ് ഈ റീജിയനിലുള്ള പോയിന്റ് ആയിരിക്കും. എന്ന് വെച്ചാല് ഈ ലൈനിന്റെ താഴേക്ക് ആ പോയിന്റ് വരുന്ന റീജിയൻ ആണ് നമ്മുടെ റിക്വയർഡ് ഏരിയ. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്താണ് നമുക്ക് ഈ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു റീജിയന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രോബിലിറ്റി കിട്ടും. ഇനി എങ്ങനെയാണ് നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക? ഈ ഒരു റീജിയനിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ റെക്ടാംഗുലർ റീജിയൻ അല്ല അല്ലെ, ഒരു ട്രയാംഗുലർ റീജിയൻ ആണ്. ഇവിടെ എക്സിന്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0 മുതൽ ഈ പോയിന്റ് വരെ. ഓക്കെ, ആൻഡ് വൈയുടെ വാല്യൂ വാരി ചെയ്യുന്നത്, അപ്പൊ നമുക്കൊരു സ്ട്രിപ്പ് വരച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ വാരി ചെയ്യുന്നത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പോയിന്റ് ഏതാന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ആ പോയിന്റ് ഏതാണ്? ആ പോയിന്റ് കണ്ടുപിടിക്കാൻ ഇത് ഏതാ ലൈൻ? y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞതാണ് ഈ ലൈൻ അല്ലെ. y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ. ഈ ലൈൻ ഏതാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്ന് പറയുന്ന ലൈൻ. y ഈക്വൽ ടു 1 ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടില്ലേ. അപ്പൊ ഈ പോയിന്റ് ഏതാന്ന് കിട്ടി? നമുക്ക് 2 ആണെന്ന് കിട്ടി. അപ്പൊ എക്സ് വാരി ചെയ്യുന്നത് ലിമിറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ലിമിറ്റ്സ് എക്സ് ഫ്രം 0 ടു 2. അപ്പൊ എക്സിന് നമ്മൾ കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വൈക്ക് നമ്മൾ എന്ത് കൊടുക്കണം? വാരിയബിൾ ലിമിറ്റ് കൊടുക്കണം. അപ്പൊ വൈക്ക് വാരിയബിൾ ലിമിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. ആ സ്ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈയുടെ വാല്യൂ y ഫ്രം 1 നിന്നാണ്. y 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ ലൈനിലാണ് ആ y അവസാനിക്കുന്നത്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 ആണ്. ഇതിനകത്ത് y എന്താ? y ഈക്വൽ ടു 3 മൈനസ് എക്സ്. അപ്പൊ y ഈക്വൽ ടു 3 മൈനസ് എക്സിലാണ് ഇത് അവസാനിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എക്സ് ഫ്രം 0 ടു 2 ആൻഡ് y ഫ്രം 1 ടു 3 മൈനസ് എക്സ്, എക്സ് വൈ ബൈ 96 ഇൻറ്റു ഡി വൈ ഡി എക്സ്. ഓക്കെ, ഇതിനെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും കോൺസ്റ്റന്റ് ലിമിറ്റുകളല്ല ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ കോൺസ്റ്റന്റ് ആണെങ്കിലും കൂടെ ഇവിടെ എന്താണ്? വാരിയബിൾ ലിമിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഓർഡറിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. 96നെ നമുക്ക് പുറത്തെടുക്കാം. 1/96 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഫ്രം 0 ടു 2. ഇതൊന്നും എക്സ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യണം ഫ്രം 1 ടു 3 മൈനസ് എക്സ്. വൈന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ y²/2 ആണ് അല്ലെ. അതിന്റെ ലിമിറ്റ് 1 ടു 3 മൈനസ് എക്സ്. ഇവിടെ കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിന്റെ ലിമിറ്റുകൾ കൊടുക്കുക. 1/96 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഫ്രം 0 ടു 2 എക്സ് y²/2 ആണ്. വൈക്ക് പകരം 3 മൈനസ് എക്സ്. 3 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 1² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡി എക്സ് എന്ന് വരും അല്ലെ. നൗ ദിസ് ഇസ് ഈക്വൽ ടു 1 എക്സ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. 96 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഫ്രം 0 ടു 2 എക്സ് ഇൻറ്റു ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 മൈനസ് 6x പ്ലസ് x² മൈനസ് 1/2 അല്ലെ. ഡി എക്സ് എന്ന് കിട്ടും. അഗെയിൻ എക്സ് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് 1/96 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഫ്രം 0 ടു 2 എക്സ് ഇൻറ്റു x² മൈനസ് 6x പ്ലസ് 8/2 ഡി എക്സ്. എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 1/96 192 അല്ലെ. ആ 2നെ നമ്മളിവിടെ ഔട്ട് സൈഡ് എടുത്താണ്. ഇന്റഗ്രൽ എക്സ് ഫ്രം 0 ടു 2 x³ മൈനസ് 6x² പ്ലസ് 8x. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്ററിൽ ചെയ്യാം. കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കിട്ടുന്നത് എത്രയാണെന്ന് നോക്കാം. ഈ ഒരു സംഭവം കാൽക്കുലേറ്ററിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. ആൻസർ വരുന്നത് 1/48 എന്നാണ് ഇതിന് ആൻസർ കിട്ടുക. ഇത് കാൽക്കുലേറ്ററിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾ. അപ്പൊ കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് 1/48. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3യുടെ ആൻസർ ആണ് 1/48 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ് പ്ലസ് വൈ, എക്സ് വൈ, എക്സ് ലെസ് ദാൻ, എക്സ് ഗ്രേറ്റർ ദാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന്റെ കൂടെ ചോദിക്കാറുള്ളതാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് മറ്റൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒബ്റ്റെയിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് 2-dimensional റാൻഡം വേരിയബിൾ xy വിത്ത് ജോയിന്റ് PDF f of xy ഈക്വൽ ടു
small f of xy equal to e raised to minus x minus y, 0 less than x less than infinity, 0 less than y less than infinity and 0 elsewhere. Distribution function ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, മീൻസ് cumulative distribution function CDF. അപ്പോൾ അതിന് ഇക്വേഷൻ നമുക്ക് എഴുതാം. ക്യാപിറ്റൽ f of xy is equal to integral minus infinity to x integral minus infinity to y f of xy dy dx. ഇതാണ് നമ്മുടെ CDF ന്റെ cumulative distribution function അല്ലെങ്കിൽ distribution functionന്റെ ഇക്വേഷൻ. ക്ലിയർ? ഇനി നമുക്ക് ഇതിനകത്ത് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് 0 to infinity ആണ്, രണ്ടിലും അല്ലെ, എക്സിനും വൈക്കും 0 to infinity ആണ് ഫംഗ്ഷന്റെ വാല്യൂ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് വേണ്ട, എന്ത് മതി, 0 to x ഇന്റഗ്രൽ 0 to y e raised to minus x minus y dy dx. Okay, now this is equal to integral x from 0 to x integral y from 0 to y e raised to minus x into e raised to minus y dy dx. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. e raised to minus x minus y എന്ന് പറഞ്ഞാൽ e raised to minus x into e raised to minus y. ഇപ്പൊ ഇത് പ്രൊഡക്റ്റ് അല്ലേ, എക്സിന്റെയും വൈന്റെയും പ്രൊഡക്റ്റ് ആണ്. നമുക്ക് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓർ അതർവൈസ് ഇപ്പൊ വാരിയബിൾ ലിമിറ്റ് വരുന്നതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആദ്യം വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ x ഫ്രം 0 to x e raised to minus x into വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ e raised to minus y by minus 1 അല്ലെ, ഫ്രം 0 to y കിട്ടും dx. that is equal to integral x from 0 to x e raised to minus x into ഇത് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ e raised to minus y minus e raised to 0 divided by minus 1 into dx എന്ന് വരും. ദാറ്റ് ഈസ് ആ മൈനസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് 1 മൈനസ് ഇങ്ങനെ മാറും. ഇന്റഗ്രൽ x from 0 to x e raised to minus x into e raised to 0 പറഞ്ഞാൽ 1. ഈ മൈനസ് മുകളിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് ആവും, ഈ ടേം പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആവും. 1 മൈനസ് e raised to minus 5 dx എന്ന് വരും. ഇനി ആ e raised to മൈനസ് എക്സിനെയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് e raised to minus 5 into e raised to minus x by minus 1 from 0 to x. This is equal to 1 minus e raised to minus 5 into e raised to minus x minus e raised to 0 by minus 1. ഈ മൈനസ് മുകളിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ 1 minus e raised to minus 5 into 1 minus e raised to minus x എന്ന് വരും. This is the capital F of xy, അതായത് cumulative density function അല്ലെങ്കിൽ distribution function, cumulative distribution function എന്ന് പറയുന്ന capital F of xy ആണ് ഇത്. യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് മുമ്പത്തെ. The joint PDF of xy is given by f of xy equal to 1 by 2 of x greater than 0, y greater than 0 and x plus y less than 2 and 0 otherwise. Find p of x less than or equal to 1, y less than or equal to 1, p of x plus y less than 1 and p of x greater than 2y. Okay, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്, x plus y less than 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യമേ ആ റീജിയൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. റീജിയൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കാം. ദിസ് ഇസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് വൺ ഇസ് വൈ ആക്സിസ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് അല്ലെ, വൈ ഗ്രേറ്റർ ദാൻ 0 പറയുമ്പോൾ മുകളിലേക്ക്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ഈ രണ്ട് കണ്ടീഷനെ കൊണ്ട് പറയുന്നതെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തത് പറയുന്നത് എന്താണ്, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 2. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു 1. എക്സ് ഇന്റർസെപ്റ്റും 2 ആണ്, വൈ ഇന്റർസെപ്റ്റും 2 ആണ്. ലൈൻ വരയ്ക്കാം നമുക്ക് ഇവിടെ. എക്സിന്റെ ഇന്റർസെപ്റ്റ് 2, വൈന്റെ ഇന്റർസെപ്റ്റ് 2 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലൈൻ വരയ്ക്കാം. ഓക്കെ, ദെൻ അത് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ നമുക്ക് 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 0 പ്ലസ് 0 ലെസ് ദാൻ 2 അല്ലെ, കറക്റ്റ് ആണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് റീജിയൻ, ഇതാണ് നമ്മുടെ റീജിയൻ ഓഫ് ദിസ് എക്സ് ആൻഡ് വൈ. ഇനി ഇതിനകത്ത് നമുക്ക് എല്ലാ പ്രോബബിലിറ്റീസും എങ്ങനെയാണ് തന്നിരിക്കുന്നത്, 1/2 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, പി ഓഫ് എക്സ് ലെസ് ദാൻ 1, പി ഓഫ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് വൈ ലെസ് ദാൻ 1. അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇതിന് എളുപ്പമാണ് നമുക്ക് കണ്ടുപിടിക്കാം. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ഇന്റഗ്രൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് മുതൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെയും മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ എക്സിനെയും വൈനെയും ഇന്റഗ്രേറ്റ് ചെയ്യാം. പക്ഷെ എക്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത് 0 മുതൽ
സീറോ ഗ്രേറ്റർ ദാൻ സീറോ ആണ്, വൈയും അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ സീറോ. അപ്പൊ 0 to 1 ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി നമുക്ക് എക്സിനെ, അതുപോലെ തന്നെ 0 to 1 ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി വൈനെയും. 1/2 dy dx. Now this is equal to 1/2 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. x from 0 to 1, y from 0 to 1. കാരണം dx ഉം dy ഉം ആണ്. dx ന്റെ ഇന്റഗ്രൽ x, dy ന്റെ ഇന്റഗ്രൽ y. Okay. Now this is equal to 1/2 into 1 minus 0 into 1 minus 0. That is answer എന്താ വരിക? 2 എന്നാണ്, 1/2 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x പ്ലസ് വൈ ലെസ് ദാൻ 1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ x പ്ലസ് വൈ ലെസ് ദാൻ 1 കണ്ടുപിടിക്കാൻ x പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ലൈൻ വരയ്ക്കുക. x പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ x ബൈ 1 പ്ലസ് y ബൈ 1 ഈക്വൽ ടു 1. x ആക്സിനെ 1 കട്ട് ചെയ്യും, y ആക്സിനെ 1 കട്ട് ചെയ്യും അല്ലെ, ഇതാണ് ലൈൻ. ഇനി ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഈ റീജിയൻ ആയിരിക്കുമല്ലോ. ഓക്കെ, ഈ റീജിയൻ ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ഏരിയ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട്. ദാറ്റ് മീൻസ് p ഓഫ് x പ്ലസ് വൈ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു റീജിയനകത്തുള്ള വാല്യൂ ആണ്. ഫോർ ദാറ്റ് നമുക്ക് ഇവിടെ x ന്റെ ലിമിറ്റ് 0 മുതൽ 1 വരെ എടുക്കാം. x വാരീസ് ഫ്രം 0 to 1. അപ്പൊ y വാരീസ് ഫ്രം 0 to 1 എഴുതരുത്, കാരണം y നമ്മൾ ഇവിടെ ഒരു സ്ട്രിപ്പ് വരച്ചിട്ട് വേണം yയുടെ ലിമിറ്റുകൾ പറയാൻ. y വാരീസ് ഫ്രം 0 to ഈ ലൈൻ. ഈ ലൈനിന്റെ ഇക്വേഷൻ x പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ്, അതിൽ y ഈക്വൽ ടു 1 മൈനസ് x. അപ്പോ y വാരീസ് ഫ്രം 0 to 1 മൈനസ് x ഹാഫ് dy dx. ഓക്കെ, അപ്പൊ ഹാഫിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ x ഫ്രം 0 to 1 dy യുടെ ഇന്റഗ്രൽ y ഫ്രം 0 to 1 മൈനസ് x dx. ലിമിറ്റുകൾ കൊടുക്കാം. 1/2 into ഇന്റഗ്രൽ x ഫ്രം 0 to 1 1 മൈനസ് എക്സ് മൈനസ് 0 അല്ലെ, 1 മൈനസ് എക്സ് ആണ് ഉണ്ടാവുക. ഇതിനെ അഗെയിൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ലിമിറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 0 to 1. ദിസ് ഇസ് 1/2 into 1 മൈനസ് 1/2. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 into 1/2. ആൻസർ വരിക 1/4. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ആൻസർ 1/4 എന്നാണ് കിട്ടുക. അപ്പൊ ഇതിന്റെ ആൻസർ ആയി. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് p ഓഫ് x ഗ്രേറ്റർ ദാൻ 2y ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ആദ്യം x ഈക്വൽ ടു 2y എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കാം. ആ ലൈൻ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കണം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈനിന്റെ ഏത് പോർഷനിലാണ്, ഈ പോർഷൻ ആണോ ഈ പോർഷൻ ആണോ ഇതിനകത്ത് ഉള്ളത് നമ്മൾ നോക്കണം. അപ്പൊ നിങ്ങൾ ഇവിടെ 1 0 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. എക്സിന് 1 വൈക്ക് 0 എന്ന് പറഞ്ഞ പോയിന്റ്, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് 0 1 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ 0 is greater than 1. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് അല്ല, ഈ ഒരു റീജിയനിലാണ് നമ്മുടെ ഈ ഒരു റീജിയൻ ആണ് നമുക്കുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു റീജിയൻ നിങ്ങൾ മൊത്തമായിട്ട് മാർക്ക് ചെയ്യാൻ മറക്കരുത്, മറന്നു പോകരുത്. ഈ ഒരു ചെറിയ ട്രയാങ്കിൾ എടുക്കരുത്. വലിയൊരു ട്രയാങ്കുലർ റീജിയൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ലിമിറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് y നമുക്കിവിടെ y ഇങ്ങനെ വാരി ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങടാണ് മുകളിലേക്കാണ് y വാരി ചെയ്യുന്നത്, x ഇങ്ങനെയാണ് വാരി ചെയ്യുന്നത് അല്ലെ. അപ്പോ നമുക്ക് കോൺസ്റ്റന്റ് ലിമിറ്റ് yക്ക് കൊടുക്കാം. y വാരീസ് ഫ്രം 0 to ഈ പോയിന്റ് ഏതാ നോക്കാം. ആ പോയിന്റ് ഏതാ നോക്കാൻ വേണ്ടിയിട്ട് x ഈക്വൽ ടു 2y എന്ന് പറയുന്ന ലൈനും x പ്ലസ് y ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈനും കൂടെ സോൾവ് ചെയ്യാം. എക്സിന്റെ വാല്യൂ 2y കൊടുത്താൽ 2y പ്ലസ് y ഈക്വൽ ടു 2, 3y ഈക്വൽ ടു 2, ദാറ്റ് ഈസ് y ഈക്വൽ ടു 2/3. അപ്പൊ ഈ പോയിന്റിൽ y എന്ന് പറയുന്നത് 2/3 ആണ്. y വാരീസ് ഫ്രം 0 to 2/3. ഓക്കെ, ദെൻ എക്സിന്റെ വാല്യൂ വാരി ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെ ഒരു എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രിപ്പ് വരയ്ക്കുക. എക്സ് വാരീസ് ഫ്രം ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ് 2y ആണ്. 2 ഈ ലൈനിലേക്ക്, ഈ ലൈൻ എന്ന് പറയുമ്പോൾ x പ്ലസ് y ഈക്വൽ ടു 2 ആണ്. അതിനകത്ത് x എന്താ, x ഈക്വൽ ടു 2 മൈനസ് y. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ലിമിറ്റുകളായിട്ടുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ y ഫ്രം 0 to 2/3, ഇന്റഗ്രൽ x ഫ്രം 2y to 2 minus y. ഓക്കെ, 1/2 into dx dy. നമ്മൾ എക്സിനാണല്ലേ വാരിയബിൾ ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 1/2 into ഇന്റഗ്രൽ y ഫ്രം 0 to 2/3 y x ഫ്രം 2y to 2 minus y dy. ലിമിറ്റ് കൊടുക്കുക. 1/2 into ഇന്റഗ്രൽ y ഫ്രം 0 to 2/3 2 minus y minus 2y dy. ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ട്. Now this is equal to 1/2 into integral y from 0 to 2/3
2 minus 3y and dy. Now again integrate ചെയ്തതിനെ 1 by 2 into 2y minus 3y square by 2 from 0 to 2 by 3. Okay, ലിമിറ്റുകൾ കൊടുക്കുക. ഇത് കോൺസ്റ്റന്റ്, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 1 by 2 into 2 into 2 by 3 minus 3 by 2 into 2 by 3 the whole square. Lower limit 0 ആയതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല. Now this is equal to 1 by 2 into 4 by 3 minus, ഇവിടെ നമുക്കൊരു 3ഉം 2ഉം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ it will be 2 by 3. Now this is equal to 1 by 2 into 2 by 3. This is 1 by 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ തെറ്റിക്കരുത്, തെറ്റിയിട്ടില്ല എന്നുള്ളത് കൺഫേം ചെയ്യട്ടെ നിങ്ങൾ. 3 ക്യാൻസൽ ചെയ്ത് 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 2 by 3 എന്നാണ് വരിക. 2 by 3 4 by 3. അപ്പൊ ഇവിടെ ഓക്കെ കറക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ 1 by 3 ആണ് ഇതിന്റെ പ്രോബിലിറ്റി കിട്ടുക. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിന്യൂസ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസിൽ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസിലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന്റെ കേസാണ്. അതിന്റെ ജോയിന്റ് PDF, മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള മുമ്പത്തെ BTech Mathematics എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.